ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ടു ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6 months പ്രഗ്നൻസി ടൈമിൽ അമ്മയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, കുഞ്ഞിൻ്റെ വളർച്ചാഘട്ടങ്ങൾ എന്തൊക്കെയാണ്, കുഞ്ഞിന് വളർച്ച ഉണ്ടാകുന്നത്, അമ്മയുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ 6ാം മാസം എന്ന് പറയുന്നത് സെക്കൻഡ് ട്രൈമസ്റ്ററിലെ ലാസ്റ്റ് മന്തിനെയാണ് നമ്മൾ 6ാം മാസം എന്ന് പറയുന്നത്. അപ്പം പ്രഗ്നൻസി ഉടനീളം അറിയാലോ 40 weeks ആണ്. അത് നമ്മൾ 3 ട്രൈമസ്റ്റർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ 3 ട്രൈമസ്റ്ററുകളാണ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ 1, 2, 3 മാസങ്ങൾ, സെക്കൻഡ് എന്ന് പറയുന്നത് 4, 5, 6, തേർഡ് എന്ന് പറയുന്നത് 7, 8, 9. അങ്ങനെയാണ് നമ്മുടെ 3 ട്രൈമസ്റ്ററുകൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 2ാമത്തെ ട്രൈമസ്റ്ററിൻ്റെ അവസാനത്തെ മാസമാണ് 6ാമത്തെ മാസം. അപ്പോൾ 6ാമത്തെ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായി തേർഡ് ട്രൈമസ്റ്ററിലോട്ട് കിടക്കുകയും. ഈ 6ാം മാസം എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയെ സംബന്ധിച്ചിടത്തോളം വയറ് കുറച്ചും കൂടെ വലുതാവുന്നു. അപ്പം യൂട്രസ് വലുതാവുന്നതനുസരിച്ച് വയറിന് വലിപ്പം വയ്ക്കുന്നു. അപ്പം നമുക്ക് യൂട്രസിൻ്റെ ആ വലിപ്പം വയ്ക്കുമ്പോൾ ആ ഒരു പ്രഷർ നമ്മുടെ മറ്റുള്ള ബോഡി പാർട്സിലൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നെഞ്ചരിച്ചിൽ, അങ്ങനെ കുളിച്ച് തേട്ടിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അമ്മയ്ക്ക് ഉണ്ടാകുന്നു. അതുപോലെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉള്ള ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ വയറ് വലുതാവുമ്പോൾ സ്കിന്ന് വലിയുന്നു, സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടാകുന്നു. നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഈ സ്ട്രെച്ച് മാർക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടാകുന്ന പറഞ്ഞ പോലെ മോർണിംഗ് സിക്നെസ് ഇതൊക്കെ നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ കുറയും. വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറയും. കുറച്ച് എനർജറ്റിക് ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന മാസമാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 6ാമത്തെ മാസം ആകുമ്പോഴത്തേക്കും അത് കഴിയുകയാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ. തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ കുറച്ച് പൊതുവേ ബുദ്ധിമുട്ടുകളുള്ള ഒരു മാസങ്ങളാണ് തേർഡ് ട്രൈമസ്റ്ററിൽ വരുന്നത്. പിന്നെ മുടി കൊഴിച്ചിലുണ്ടാവും. പിന്നെ നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം അളവൊക്കെ കുറയും. കാരണം കുഞ്ഞിൻ്റെ എല്ലുകൾ വളർച്ച എല്ലാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് കാൽഷ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പം നമുക്ക് പല്ലുവേദന, എല്ലിന് ബലക്കുറവ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അതുപോലെ അയൺ കണ്ടൻറ്റുള്ള ഫുഡും നമ്മൾ നല്ലപോലെ കഴിക്കണം, അല്ലെങ്കിൽ അനീമിക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ മുടി കൊഴിച്ചിൽ ഒക്കെ കാണാറുണ്ട് ഈ ടൈമിൽ. പിന്നെ ചിലർക്ക് ബ്രാക്സ്റ്റൺ കോൺട്രാക്ഷൻസ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് വയറുവേദന. അത് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ, അത് വന്നു പോകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അമ്മയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് നീര് വയ്ക്കാറുണ്ട് കാലിൽ. അങ്ങനെ ഇതൊക്കെയാണ് അമ്മയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇനി കുഞ്ഞിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നാൽ കുഞ്ഞിൻ്റെ ഐലിഡ്സ് ഒക്കെ ഡെവലപ്പായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിന് കണ്ണടച്ച് തുറക്കാനൊക്കെ പറ്റും. അതുപോലെ ടേസ്റ്റ് ബഡ്സൊക്കെ ഡെവലപ്പായി വരുന്നു. അപ്പോൾ കുഞ്ഞിന് അമ്നിയോട്ടിക് ഫ്ലൂയിഡിലൂടെ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ കുഞ്ഞിന് അറിയാൻ പറ്റും. അതുപോലെ സൗണ്ടുകൾ, ഇപ്പം അമ്മയുടെ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ വയറിലൊക്കെ ഉണ്ടാകുന്ന സൗണ്ടുകൾ, അതൊക്കെ കുഞ്ഞിന് കേൾക്കാനായിട്ട് സാധിക്കും. സ്റ്റിൽ കുഞ്ഞിൻ്റെ ഓർഗൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലങ്സൊക്കെ പൂർണ്ണ വളർച്ച എത്തുന്നത് ജനിച്ച് കഴിയുമ്പോഴത്തേക്കും ആണ് അതിൻ്റെ കറക്റ്റ് ആവുന്നത്. സെൽസ് ബ്രെയിനിലേക്ക് ആണെങ്കിലും എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലുകൾ എല്ലാം. അതുപോലെ കുഞ്ഞിൻ്റെ സ്കിന്നാണെങ്കിലും റിങ്കിൾസൊക്കെ ആയിട്ട്, അതുപോലെ ബ്ലഡ് വെസൽസൊക്കെ ട്രാൻസ്പെറൻ്റ് ആയ രീതിയിലും കാണുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഈ ടൈമിൽ ഇരിക്കുന്നത്. പിന്നെ കുഞ്ഞ് മൂവ് ചെയ്യുന്നു, ഫിംഗർ സക്ക് ചെയ്യുന്നു, പിന്നെ കോട്ട് വൈഡാൻ, അതുപോലെ ബ്രീത്ത് ചെയ്യാനായിട്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ കുറച്ച് ഓൺസസ് അകത്തേക്കെടുത്തും പുറത്തേക്ക് കളഞ്ഞും ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞ് ചെയ്യുന്നത്. കുഞ്ഞിന് വിരൽ ഫിംഗർ പ്രിൻസൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ പുരികം, ചെറിയ മുടിയൊക്കെ തലയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കുഞ്ഞിനും വന്നിട്ടുണ്ടാവും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഇനി അമ്മ കഴിക്കേണ്ട ഫുഡ് എന്ന് പറയുന്നത് അയൺ റിച്ച് ആയിട്ടുള്ളതും കാൽഷ്യം, പ്രോട്ടീൻ, വൈറ്റമിൻസ്, ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഭക്ഷണം നല്ല രീതിയിൽ തന്നെ കഴിക്കുക. പിന്നെ നിങ്ങൾ നേരത്തെ 3 times കഴിച്ചിരുന്ന രീതിയിലുള്ള ഭക്ഷണം ഒരു 6 പ്രാവശ്യമായിട്ട്, അതായത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ, ഛർദ്ദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടും. അതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ പലതവണയായിട്ട് കഴിക്കുക. കഴിക്കുന്നതൊക്കെ ഇതുപോലെ അയണും കാൽഷ്യം, പ്രോട്ടീൻ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഡോക്ടേഴ്സ് തന്നിരിക്കുന്ന സപ്ലിമെൻറ്റ്സും
മറക്കാതെ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് അമ്മയുടെ ഡയറ്റിൽ ചെയ്യുന്നത്. അതുപോലെ ദിവസവും രാവിലെയും വൈകിട്ട് ഒരു 10-15 മിനിറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ അതും വളരെ നല്ലതാണ്. നോർമൽ ഡെലിവറിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോഴാണ് കുഞ്ഞും ആക്റ്റീവായിട്ടും നല്ല എനർജറ്റിക്കായിട്ടും കുഞ്ഞിൻ്റെ വളർച്ച നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ ബൈ.